മന്ത്രി ശിവൻകുട്ടിയെ സംഘി പേജുകളിലും ക്രിസംഗി പേജുകളിലൊക്കെ നോക്കിയാൽ സുഡാപ്പി ചാപ്പ കുത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളം സെന്റ് റീത്ത സ്കൂളിലെ ഒരു കുട്ടിയുടെ മനോനിലയ്ക്കനുസരിച്ച് പ്രതികരിച്ച മന്ത്രി പച്ചയായ മനുഷ്യനായിട്ട് ആ കുട്ടിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി എന്നുള്ളതിലേക്ക് അദ്ദേഹത്തിന് സുഡാപ്പി ചാപ്പ ഉടനടി ചാർത്തി കൊടുത്തു. അത്ഭുതപ്പെടാനൊന്നുമില്ല. കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാരെ സംബന്ധിക്കുന്നിടത്തോളം ഓരോ വിവാദങ്ങൾ വരുമ്പോൾ എടുക്കുന്ന ശക്തമായ നിലപാടുകൾ അത് ഇത്തരത്തിലുള്ള പല ചാപ്പകൾ കുത്തിക്കൊടുക്കും. ഇതാദ്യമായിട്ടാണോ മന്ത്രി ശിവൻകുട്ടിക്ക് ഇത്തരം ഒരു വർഗീയ ചാപ്പ കിട്ടുന്നത്? എന്നാൽ അല്ല. 2 മാസം മുന്നേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഓണക്കാലത്ത് എറണാകുളത്തെ ഒരു സ്കൂളിൽ ഓണാഘോഷം വേണ്ട, നമ്മുടെ മതത്തിന് ചേർന്നതല്ല എന്നുള്ള ഒരു തീരുമാനം വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരു അധ്യാപിക അറിയിച്ചു. അതെന്ന് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട അധ്യാപികയായിരുന്നു. അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തു, സസ്പെൻഡ് ചെയ്യിച്ചു. അന്ന് ഇതേ മന്ത്രി ശിവൻകുട്ടി ആരായിരുന്നു? അന്ന് സുഡാപ്പികളെല്ലാം കൂടി ചേർന്ന് ഇതേ ശിവൻകുട്ടിയെ സംഘി ചാപ്പ കുത്തി കൊടുത്തു. കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി സംഘികളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് അത് ചെയ്തു എന്ന് പറഞ്ഞു. അതിനും തൊട്ട് മുന്നോടിയായിട്ട് സുംബ ഡാൻസ് വിവാദം വന്നു. ആ സന്ദർഭത്തിലും മന്ത്രി ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളുടെ കായികപരമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അന്നും 2 വിഭാഗക്കാർ ചേർന്ന് ഇതേപോലത്തെ ഒരു ചാപ്പ അദ്ദേഹത്തിന് അടിച്ചു കൊടുത്തു.